നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത്. ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന BA ആളൂർ. ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായതോടെയാണ് ആളൂർ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലായിരുന്നു. കൂടത്തായി ജോളി കേസിലും ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, സൗമ്യ വധക്കേസിൽ ഈ പ്രതിയായിരുന്ന ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായതോടെയാണ് അഡ്വക്കേറ്റ് BA ആളൂർ ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെ പിന്നീട് പ്രമാദമായ പല കേസുകളിലും പ്രതിഭാഗത്തിന്റെ വക്കീലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന് ചില ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? ടോം, BA ആളൂർ ഇവിടെ എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സ തേടുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറച്ചു നാളായി രോഗാവസ്ഥ മൂർച്ഛിക്കുകയായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ക്രിമിനൽ കേസുകളിൽ അദ്ദേഹം ഈ കുപ്രസിദ്ധി ആർജിച്ച പല കേസുകളുണ്ട്. അങ്ങനെ അത്തരം പ്രതികൾക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം പലപ്പോഴും അഭിഭാഷകൻ എന്ന രീതിയിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ജോലി ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ നിറവേറ്റിയിട്ടുള്ളത്. അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് ഈ സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരാകുന്നതിലൂടെയാണ് അദ്ദേഹം ഈ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നെ ഒട്ടനവധിയായ കേസുകൾ ഇതേപോലെ തന്നെ ഈ സമാനമായ രീതിയിൽ വളരെയധികം പ്രസിദ്ധി ആർജിച്ച കേസുകളിലേക്കെല്ലാം തന്നെ അദ്ദേഹം പ്രതിഭാഗത്തിന് വേണ്ടി അദ്ദേഹം നിരന്തരമായി ഹാജരാകുന്നതാണ് നമ്മൾ കോടതി മുറികളിൽ കണ്ടത്. ഇലന്തൂർ നരബലി കേസിലും അദ്ദേഹം കോടതി മുറിയിലെത്തിയാണ് അവർ പ്രതികളോട് സംസാരിച്ച് പിന്നീട് ഈ വക്കാലത്തെ ഏറ്റെടുക്കുന്ന പോലെയായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. കോടതി മുറിക്കകത്തെത്തിയായിരുന്നു അദ്ദേഹം അവരോട് സംസാരിക്കുകയും പിന്നീട് അത് ഒപ്പിട്ട് വാങ്ങുകയും എല്ലാം തന്നെ ചെയ്തത്. അതുപോലെ കൂടത്തായി കേസ് എടുക്കുമ്പോഴും പിന്നീടും അദ്ദേഹം കൂടത്തായി മുഖ്യപ്രതിക്ക് വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം നിലകൊണ്ടതുമെല്ലാം. അങ്ങനെ ഈ കേസുകളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഈ കേരളം ശ്രദ്ധിച്ച പല കേസുകളുടെയും പ്രതിഭാഗത്തിന് വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം കോടതി മുറികളിലേക്ക് എത്തിയത്. ഈ രംഗത്ത് പലപ്പോഴും ചർച്ചകളിലേക്കെല്ലാം തന്നെ കടക്കുമ്പോൾ മാധ്യമത്തെ പല ചർച്ചകളും ഈ സംബന്ധിയായ കാര്യങ്ങളിൽ നടക്കുമ്പോഴെല്ലാം വിട്ടുവീഴ്ചയില്ലാതെ തന്നെ തൻ്റെ നിലപാടുകളിൽ നിന്നുകൊണ്ട് അങ്ങേയറ്റം വരെ കോടതി മുറികളിൽ എന്ന പോലെ തന്നെ ഇവിടെ പുറത്തും അദ്ദേഹം തൻ്റെ പ്രതികളെയും അതോടൊപ്പം തന്നെ അവർക്കൊപ്പം നിൽക്കുന്നവരെല്ലാം തന്നെ സംരക്ഷിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്യുമായിരുന്നു. ഈ കേസുകളിലെല്ലാം അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാടും അത് ശ്രദ്ധേയം തന്നെയായിരുന്നു. അവർക്കൊപ്പം നിൽക്കുന്നു, അവർക്കും അഭിഭാഷകനുണ്ട് എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തായാലും പല ചർച്ചകളിലും പ്രധാനപ്പെട്ട ഒരു വാക്കായി ഈ പല കേസുകളും നമ്മൾ ഈ പ്രമാദമായ പല കേസുകളും എല്ലാം തന്നെ സംഭവിക്കും. അതുതന്നെയാണ് ഡാനി, നമുക്കറിയാം, ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഭാഗത്തിന് വേണ്ടി ഇത്തരം പ്രമാദമായ കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്നു. അങ്ങനെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ നിലപാട് കാരണം അല്ലെങ്കിൽ ഒരു തൊഴിലിന്റെ പേരിൽ തൊഴിൽ എടുക്കുന്നില്ല അദ്ദേഹം സ്വീകരിച്ച നിലപാടിന്റെ പേരിലൊക്കെ വലിയ രീതിയിൽ വിമർശനം ഏൽക്കേണ്ടി വന്നതാണ്. ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് PG മനുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആളൂരിന്റെ ശബ്ദം നമ്മൾ കേട്ടത്. കാരണം PG മനു ഒരു പോക്സോ ഒരു പീഡനക്കേസിൽ അതിജീവിതയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ സർക്കാർ അഭിഭാഷകനായ PG മനുവിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നു. കേസെടുത്തു, പിന്നീട് അറസ്റ്റിലായി. പിന്നീട് BA ആളൂരിന്റെ മരണവും അദ്ദേഹം ആത്മഹത്യ ചെയ്തതും ഈ അടുത്തിടെയാണ്, ഈ രണ്ടാഴ്ച മുൻപ്. ആ സംഭവത്തിലും BA ആളൂര് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. BA ആളൂര് PG മനു വലിയ രീതിയിൽ മാനസിക സംഘർഷമൊക്കെ അനുഭവിച്ചു. അതേ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്ന് PG മനുവിന് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിച്ച, അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിച്ച ഒരു വ്യക്തി കൂടിയാണ് BA ആളൂര്. ഏറ്റവും ഒടുവിലായി പ്രമാദമായ പല കേസുകളും നമുക്കറിയാം. വിസ്മയ കേസ്, ജോളി കേസ്, ഇലന്തൂർ നരബലി കേസ്, ഈ കേസുകളിലൊക്കെ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായതാണല്ലോ. പലപ്പോഴും അതിൻ്റെയൊക്കെ പേരിൽ വിമർശനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ? തീർച്ചയായും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾ പെരുമ്പാവൂര് നിയമവിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് വേണ്ടി ഹാജരാകുന്നു എന്നതാണ്.
ആ കേസുകളിലെല്ലാം തന്നെ അദ്ദേഹം ഏറ്റെടുക്കുമ്പോഴെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു വിമർശനം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പൊതു മനസാക്ഷി ആ സംഭവത്തിന് ഒപ്പം എതിർ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹം പ്രതിഭാഗത്തിന് വേണ്ടി അദ്ദേഹം കടന്നു വരികയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തത്. പിന്നീട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി അത്തരമൊരു കേസുകൾ എടുക്കുന്നതിനെക്കുറിച്ച് താൻ രണ്ടാമതൊന്ന് ആലോചിച്ച് മാത്രമേ അത്തരമൊരു കേസുകൾ എടുക്കുന്നത് കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്നെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് മുതൽ ഈ ഒരു പബ്ലിക് പൾസ് വലിയ രീതിയിലേക്ക് മാറുന്നു എന്ന് അദ്ദേഹം പറയുകയും അത് ഏതാണ്ട് ഒരു ശരി എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വേള എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലൊരു വിമർശനം പലപ്പോഴും ഇത്തരം ഈ പ്രതിഭാഗത്തിന് വേണ്ടി വരുമ്പോൾ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിലെല്ലാം തന്നെ ഈ കടന്നു വരുമ്പോഴെല്ലാം അദ്ദേഹം നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ സ്വാഭാവികമായും അദ്ദേഹം അതൊരു ജോലി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം കണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ളത്. ചില കേസുകൾ പലരും ഏറ്റെടുക്കാനില്ലാത്തപ്പോൾ തന്നെയും ഇദ്ദേഹം നേരിട്ട് അവിടേക്ക് വരിക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് ഇലന്തൂർ നരബലി കേസിലെല്ലാം അദ്ദേഹം നേരിട്ട് അവർക്ക് വേണ്ടി കോടതിയിലേക്ക് എത്തുകയും അവരോട് പറഞ്ഞ് നമ്മളെല്ലാവരും കോടതി മുറിയിലുണ്ടായിരുന്നതാണ്. അതായത് അവരോട് സംസാരിക്കുക അനുവദിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയും നേരെ അവരോട് ചെന്ന് സംസാരിക്കുകയും പിന്നീട് അതിൻ്റെ ഒരു വക്കാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തതാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതിയും അത് തന്നെയായിരുന്നു. വലിയ രീതിയിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുക, അത്തരം ക്രിമിനൽ സ്വഭാവമുള്ളവർക്ക് വേണ്ടി തന്നെ ഹാജരാകുക, ജോലി എന്ന രീതിയിൽ തന്നെ അദ്ദേഹം അതിനെ നിരീക്ഷിക്കുമ്പോൾ അതിനെ നിർവചിക്കുമ്പോൾ പോലും വലിയ എതിർപ്പുകൾ തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വലിയ ക്രൈമുകൾ ഉണ്ടാകുമ്പോൾ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്നത് ഇനി ആളൂർ വക്കീലാകും എന്ന അത്തരം ഒരു പറച്ചിലുകൾ ഇനിയില്ല. അദ്ദേഹം വിടവാങ്ങുന്നു എന്നതാണ് ടോപ്പ്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കൈതപ്രത്ത് ഓട്ടോ ഡ്രൈവറെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ അറസ്റ്റിൽ. മരിച്ച കെ രാധാകൃഷ്ണന്റെ ഭാര്യ മാതമംഗലം സ്വദേശിനി മിനി നമ്പ്യാരാണ് അറസ്റ്റിലായത്. ഇവർ കണ്ണൂരിലെ BJPയുടെ പ്രമുഖ നേതാവ് കൂടിയാണ്. ഒന്നാം പ്രതി സന്തോഷുമായി ചേർന്ന് ഭർത്താവ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ മിനി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിലാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ തമ്മിലുള്ള ബന്ധം രാധാകൃഷ്ണൻ അറിഞ്ഞതോടെയാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ സമീപകാലത്തേറെ പ്രമാദമായ കേസാണ്. അന്ന് തന്നെ, അതായത് ഈ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകത്തിന് ശേഷം തന്നെ ഭാര്യയ്ക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. ഈ ഭാര്യ മിനി നമ്പ്യാരും, അവർ BJPയുടെ നേതാവ്, ജില്ലയിലെ പ്രമുഖ നേതാവ് കൂടിയാണ്. ഈ മിനി നമ്പ്യാരും ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള, അതായത് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയ സന്തോഷുമായി വഴിവിട്ട ചില ബന്ധങ്ങളുണ്ടായിരുന്നു. അത് രാധാകൃഷ്ണൻ അറിയുന്നു. അതേ തുടർന്ന് നടത്തിയ കൊലപാതകമെന്നായിരുന്നു തുടക്കത്തിൽ തന്നെ പുറത്തു വന്ന വിവരങ്ങൾ. ഈ സംഭവം നടന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് മിനി നമ്പ്യാരിലേക്ക് അന്വേഷണം എത്തിയത്. ഈ കേസിൽ കൃത്യമായ പങ്ക്, മിനി നമ്പ്യാരുടെ പങ്ക് വ്യക്തമായിട്ടുണ്ടോ? ടോമെ, കൊല്ലപ്പെട്ട ഈ രാധാകൃഷ്ണൻ, അതായത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാർ അത്ര ചില്ലറക്കാരിയല്ല. ഒരു പക്ഷേ കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകം. അതായത് സ്വന്തം ഭർത്താവിനെ കാമുകനെ ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അതാണ് ഈ കേസിൽ ഏറ്റവും ചർച്ചയാവുന്നത്. ഏതായാലും കേരളം ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഈ ഒരു സംഭവം. മാർച്ച് 20-നാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അതായത് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് ഇതിൽ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ ഭാര്യ മിനി നമ്പ്യാരുടെ പങ്ക്, അത് തുടക്കത്തിൽ ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ ഫോൺ കോൾ വിശദാംശങ്ങൾ ശേഖരിച്ചപ്പോഴാണ് ഈ കൊലപാതകം, പ്രതിയായ സന്തോഷ് കൊലപാതകം നടത്തിയതിന് മുൻപും നടത്തിയതിന് ശേഷവും നിരന്തരമായി മിനി നമ്പ്യാറുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. അതോടുകൂടിയാണ് പ്രേരണ കുറ്റം ചുമത്തി ഇപ്പോൾ ഈ ഭാര്യയെ ഇതിൽ പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. അതായത് 3-ാം പ്രതിയായാണ് ഇപ്പോൾ മിനി നമ്പ്യാറെ ഇതിൽ പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. 1-ാം പ്രതി സന്തോഷ്, 2-ാം പ്രതി ഈ കള്ളത്തോക്ക് നൽകിയ സിജോ ജോസഫ്, 3-ാം പ്രതി മിനി നമ്പ്യാർ. ഈ കേസിലേക്ക് കൃത്യമായി വന്നാൽ
ഈ സന്തോഷും ഈ മിനി നമ്പ്യാറും തമ്മിൽ സഹപാഠികളായിരുന്നു. ഒടുവിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് ഇവർ വീണ്ടും കണ്ടുമുട്ടുന്നതും അവർ ഇഷ്ടത്തിലാകുന്നതും. ഈ ബന്ധം ഒടുവിൽ രാധാകൃഷ്ണൻ തിരിച്ചറിയുകയും അത് വലിയ തോതിലുള്ള തർക്കത്തിലേക്ക് കലാശിക്കുകയും ചെയ്തതോടുകൂടി ഈ സന്തോഷിന് വൈരാഗ്യം വർദ്ധിക്കുകയും മിനി നമ്പ്യാർ കൂടിയുടെ അറിവോടുകൂടി ഇത്തരത്തിൽ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല കത്തിയും തോക്കുമായാണ് ആ കൃത്യം നടത്താൻ ഈ പ്രതി സന്തോഷ് അവിടെ എത്തിയതെന്നാണ് ഏറ്റവും പ്രത്യേകത. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. സന്ധ്യയോടുകൂടി അവിടെ എത്തുകയും പിന്നീട് വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഏതായാലും ഇയാളെ ആ സംഭവ സ്ഥലത്ത് തന്നെ അന്ന് പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നോ ഏതെങ്കിലും തരത്തിൽ ഈ മിനി നമ്പ്യാർക്ക് ഇതിൽ പങ്കുള്ളതായി ഇയാളുടെ മൊഴിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് പോലീസിന് 1 മാസം കഴിയേണ്ടി വന്നു. കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ പരിശോധിച്ചതിൽ നിന്നാണ് മിനി നമ്പ്യാരുടെ പങ്ക് വ്യക്തമായത്. അവർക്കെതിരെ ഇപ്പോൾ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു കള്ളത്തോക്ക് ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത്. ആ തോക്ക് നൽകിയ സിജോ ജോസഫ് ഇതിൽ 2ാം പ്രതിയാണ്. ഏതായാലും ഇപ്പോൾ മിനി നമ്പ്യാർ ഈ കേസിൽ 3ാം പ്രതിയാണ്. മിനി നമ്പ്യാർക്കെതിരെ തുടക്കത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു. പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ കേസിൽ ഇത്രയും വൈകി ഈ ഒരു അറസ്റ്റ് ഉണ്ടാവുന്നത്. ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് മിനി നമ്പ്യാരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആ കുറ്റം ഇതിൽ എഫ്ഐആറിൽ പറയുന്നത് ഈ കൊലപാതകത്തിൽ ഈ പ്രേരണ കുറ്റം, അതായത് ഇതിന് ഈ സന്തോഷിന് വേണ്ട ഒത്താശകൾ ചെയ്യുക, ഇവർ ആ രീതിയിലുള്ള പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ തോക്ക് ഈ കൊലപാതകം നടത്തിയതിന് ശേഷം പ്രതി ഒളിപ്പിച്ചു വെച്ചിരുന്നതും ഈ മിനി നമ്പ്യാർ താമസിച്ചിരുന്ന അവരുടെ വീട്ടിലായിരുന്നു. അവിടെ നിന്നാണ് ഈ തോക്ക് കണ്ടെത്തിയിരുന്നത്. അപ്പോൾ തന്നെ നാട്ടുകാർക്ക് അതൊരു സംശയമായി ഉയർന്നു വന്നിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ആ കേസിൽ വലിയൊരു വഴിത്തിരിവായിരിക്കുന്നു. സ്വന്തം ഭാര്യ തന്നെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്നു. അതും വെടിവെച്ച് കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം. അതായത് ഈ കൊലപാതകം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള സന്തോഷ് ഫേസ്ബുക്കിൽ കൊള്ളിക്കുക എന്നത് ആണ് ടാസ്ക്. കൊള്ളിക്കുമെന്ന് പറഞ്ഞാൽ കൊള്ളിക്കുമെന്ന രീതിയിൽ ഒരു ഭീഷണി സന്ദേശം പോലെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. കൊലപാതകം നടത്തിയ ശേഷവും ഇതേ രീതിയിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് ഈ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞതാണ്. നമുക്കറിയാം ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ചില രീതിയിൽ തർക്കങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിരുന്നു. മാത്രമല്ല ഈ രാധാകൃഷ്ണനും മിനി നമ്പ്യാരും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ്. പിന്നീട് ഈ മിനി നമ്പ്യാർ ഈ സന്തോഷിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതായി തുടക്കത്തിൽ പറഞ്ഞു കേട്ടത്. പക്ഷെ അതല്ല, ഇരുവരും തമ്മിൽ ഈ വഴിവിട്ട ബന്ധം തുടർന്നിരുന്നു. അത് രാധാകൃഷ്ണൻ അറിയുന്നു. അങ്ങനെ രാധാകൃഷ്ണനെ ഒഴിവാക്കാനുള്ള നീക്കം. ഇങ്ങനെ തന്നെയാണോ പോലീസിന്റെയും അനുമാനം? അത് തന്നെയാണ് ടോം. പോലീസും കൃത്യമായി പറയുന്നത് അത് തന്നെയാണ്. അതായത് മിനി നമ്പ്യാർക്ക് ഈ കൊലപാതകത്തിൽ കൃത്യമായ പങ്കുണ്ട്. ഈ വിവരങ്ങൾ കൃത്യമായി ആശയവിനിമയം ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളായ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. പിന്നീട് അവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. അതിനുശേഷം ഭർത്താവ് ഇതിനൊരു തടസ്സമാണെന്നറിഞ്ഞ് ഭർത്താവിനെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ പ്രതിയായ സന്തോഷ് ഇവിടെ എത്തുന്നത്. അതിനായി പ്രതി തോക്കിന് പുറമെ ഒരു കത്തിയും കയ്യിൽ കരുതിയിരുന്നു. ഏതെങ്കിലും കാരണവശാൽ തോക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് പോലീസും പറയുന്നത്. ഇതൊക്കെ ഈ മിനി നമ്പ്യാർക്ക് കൃത്യമായി അറിയാമായിരുന്നു. കാരണം കൊലപാതകം നടത്തുന്നതിന് മുമ്പ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. അതുപോലെ തന്നെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷവും കൃത്യമായി ഒരു പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ആ സമയങ്ങളിൽ, ഈ 2 സമയങ്ങളിലും മിനി നമ്പ്യാറുമായി നിരന്തരം ടെലിഫോൺ ബന്ധം ഇയാൾക്ക് ഈ സന്തോഷിന് ഉണ്ടായിരുന്നു. അതിന്റെ രേഖകൾ കൃത്യമായ പരിശോധിച്ചതിൽ നിന്നാണ് ഈ മിനി നമ്പ്യാറിലേക്ക് ഒടുവിലായി അന്വേഷണ സംഘം എത്തുന്നതും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതും. മിനി നമ്പ്യാർ ഈ കുറ്റം സമ്മതിച്ചു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. താനും ഈ പ്രതിയായ സന്തോഷം തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. മാത്രമല്ല ഈ വീട് നിർമ്മാണത്തിന്റെ ചുമതല ആദ്യ കരാർ നൽകിയിരുന്നത് സന്തോഷിനായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ, പണ ഇടപാടുമായി ബന്ധപ്പെട്ട ചില
ചില തർക്കങ്ങളും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് കൃത്യമായി എഫ്ഐആറിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ BJP മുൻ ജില്ലാ കമ്മിറ്റി തീർച്ചയായും ബൈജു, മിനി നമ്പ്യാർ നമുക്കറിയാം പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്നു. BJPക്ക് വേണ്ടി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ്. ഫേസ്ബുക്ക് മാത്രം പരിശോധിച്ചാൽ 19,000-ലധികം ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലും നിരവധി ഫോളോവേഴ്സ് ഉണ്ട്. മിനി നമ്പ്യാരുടെ ഓരോ റീൽസുകളും ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു സംഭവം, ഈ കേസിൽ ഭർത്താവിൻ്റെ കൊലപ്പെടുത്തിയ കേസിൽ മിനി നമ്പ്യാർ അറസ്റ്റിലായതോടെ, പ്രതി ചേർക്കപ്പെട്ടതോടെ BJPയുടെ ഭാഗത്തു നിന്നും സംഘടനാ തലത്തിലുള്ള നടപടി ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും അത്തരത്തിലേക്ക് നടപടിയിലേക്ക് കടക്കും തന്നെയാണ് BJP ജില്ലാ പ്രസിഡന്റും വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിരോധത്തിലായി. കാരണം ഈ രാധാകൃഷ്ണൻ ഒരു BJP സജീവ പ്രവർത്തകൻ തന്നെയാണ്. ഒപ്പം ഭാര്യ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അത്തരത്തിൽ സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടൽ. അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ഓരോ റീൽസും ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കാണുന്നതും അതുപോലെ തന്നെ മികച്ച ഫോളോവേഴ്സും ഒക്കെ ഉള്ള ഒരാളാണ്. അത്തരത്തിൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരാളാണ് ഇത്രയും ഹീനമായ ഒരു കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നത്. സ്വന്തം ഭർത്താവിനെ കാമുകനെ ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെയാണ്. ഏതായാലും പോലീസിന്റെ അന്വേഷണം വളരെ മികവറ്റത് എന്ന് പറയേണ്ടി വരും. കാരണം കൃത്യമായി പോലീസ് ഇവരെ നിരീക്ഷിച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു. ഇവരുടെ ഫോൺ കോളുകൾ, കൊലപാതകത്തിന് ശേഷവും ഇവരുടെ മിനി നമ്പ്യാരുടെ ഓരോ നീക്കങ്ങളും പോലീസ് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മിനി നമ്പ്യാരെ ഇന്നലെ കസ്റ്റഡിയിലെടുക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ഒടുവിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നതോട് ഇന്ന് രാവിലെയാണ് ഇവർക്കെതിരെ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ഇവരുടെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതും. എന്തായാലും ഈ സ്ഥലത്ത് ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഒരാളായിരുന്നു കൊല്ലപ്പെട്ട ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണൻ. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ആർക്കും അത് വിശ്വസിക്കാൻ കഴിയാത്ത, എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നതെന്ന രീതിയിൽ വലിയ തോതിലുള്ള ഒരു ചർച്ചയായ ഒരു കൊലപാതകം ആയിരുന്നു. ഏതായാലും അതിൽ ഭാര്യയ്ക്ക് കൂടി ഇതിൽ പങ്കുണ്ടെന്ന് ഇപ്പോൾ പോലീസിന്റെ കൃത്യമായ തെളിവുകളോട് തന്നെ പുറത്തു വന്നതോടുകൂടി വലിയ ഞെട്ടലിലാണ് കൈതപ്രം നിവാസികളുള്ളത്. ഏതായാലും നേരത്തെ തന്നെ ഈ രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം സന്തോഷിന്റെ ഭാഗത്തുണ്ടായിരുന്നു. നിരന്തരം രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. അത് വലിയ വിമർശനത്തിനും വഴിവെച്ചിരുന്നു. ഏതായാലും മിനി നമ്പ്യാർ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രേരണ കുറ്റമാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. കണ്ണൂർ കൈതപ്രത്ത് ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് BJP വനിതാ നേതാവ് പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസിൽ 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ. പ്രതികൾ 1 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ സുധീഷിന്റെ അമ്മയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസമാണ് സുധീഷ് കൊലക്കേസിൽ 11 പ്രതികളും കുറ്റക്കാരെന്ന് നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി കണ്ടെത്തിയത്. പ്രതികൾ കുറ്റം ചെയ്തതായി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു. വിവരങ്ങളുമായി BB വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇത് അപൂർവമായ കേസായി പരിഗണിച്ച് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നൊരു വാദമൊക്കെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചതാണ്. കാരണം അത്രയ്ക്കും നിഷ്ഠൂരമായ രീതിയിൽ നടത്തിയൊരു കൊലപ്പെടുത്തിയ ശേഷം ഈ സുധീഷിന്റെ കാല് ഓട്ടോറിക്ഷയിൽ അവർ കൊണ്ടുപോകുന്നു, പിന്നീട് ഉപേക്ഷിക്കുന്നു. വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൊച്ചു കുട്ടികളുടെ അടക്കം മുന്നിൽ വെച്ചാണ് ഇത്രയും അധികം ക്രൂരമായൊരു കൊലപാതകം നടക്കുന്നത്. പക്ഷേ എന്തായാലും 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഈ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. ടോം, ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകിക്കൊണ്ടുള്ള കോടതി ഉത്തരവാണ് ഉണ്ടായത്. 4 വർഷം മുൻപാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ ഗുണ്ടാ കുടിപ്പകയാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതും. ഈ സംഭവം നടക്കുന്ന 2021 ഡിസംബറിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഡിസംബർ 11-ാം തീയതി 11 മണി കഴിഞ്ഞ് പട്ടാപ്പകലാണ് ഈ സംഭവം നടക്കുന്നത്, കൃത്യം നടക്കുന്നത്. 11 മണിയോടുകൂടി
കൊല്ലപ്പെട്ട സുധീഷ് ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട്ടിലേക്ക് 11-അംഗ സംഘം എത്തുകയായിരുന്നു. തുടർന്ന് തുരിതര വെട്ടുകയും മരണം ഉറപ്പാക്കുകയും ചെയ്തു. അവിടെയും അരിശം തീരാതെ ഒരു കാൽ വെട്ടിയെടുത്ത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് പിന്നീട് ഈ ആളുകൾ ഒക്കെ ഉള്ള സ്ഥലത്ത് ഒരു പ്രദേശത്ത് ഏതാണ്ട് 1 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് അവിടെ വലിച്ചെറിയുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ആ സമയത്ത് തന്നെ വന്നിരുന്നു. അതായത് ഈ കേസിൽ പിടിക്കപ്പെട്ടാലും തങ്ങൾക്കൊന്നുമില്ല എന്ന ഒരു നിലയിൽ തന്നെയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം. വളരെ ഈ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും ഇന്നും കോടതിക്ക് മുമ്പിൽ നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ്. കൂസലില്ലാതെയാണ് പ്രതികൾ കോടതി മുറിയിലേക്ക് പോയത്. നെടുമങ്ങാട് SC കോടതിയിലാണ് ഇതിന്റെ വിചാരണ നടന്നത്. അവിടെ എത്തുമ്പോഴേക്കും ഈ പ്രതികൾക്ക് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസവും കുറ്റക്കാരെന്ന് വിധിക്കുമ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റി എന്ന ഒരു ചിന്തയോ ഒന്നും തന്നെ അവരുടെ സമീപനത്തിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ 11 പേർക്കും ശിക്ഷ നൽകുന്നു, മുഴുവൻ പേർക്കും ജീവപര്യന്തം ശിക്ഷ നൽകുന്നു. ഒരുപക്ഷെ ഇതിലെ 11-ാം പ്രതിയൊക്കെ ഈ കേസിൽ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുഴുവൻ പേർക്കും ശിക്ഷ നൽകി എന്നത് തന്നെയാണ്. ഇത് ഗുണ്ടാ കുടിപ്പകയുടെ ഒരു പശ്ചാത്തലമുണ്ട്. ആദ്യം ഈ കൊല്ലപ്പെട്ട സുധീഷ് ഉണ്ണി എന്ന ആളാണ് മറുസംഘത്തിലെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട സംഘത്തിലെ 1-ാം പ്രതി. സുധീഷ് ഉണ്ണിയെ ആദ്യം ആക്രമിക്കുന്നു. ഇതിനുള്ള പ്രതികാരം ഉണ്ടാകുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയതോടെയാണ് ഒളിവിൽ പോകുന്നത്. അങ്ങനെ ഒളിവിൽ കഴിയുമ്പോൾ അടുത്ത ബന്ധു സഹോദരിയുടെ ഭർത്താവ് അയാൾ തന്നെയാണ് ഇത് ഒറ്റിക്കൊടുക്കുന്നതും. ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഒളിവിൽ താമസിക്കുന്നു എന്ന കാര്യം എതിർ സംഘത്തിനോട് അറിയിക്കുകയും അവർ കൃത്യമായി ഈ പ്ലാൻ ചെയ്ത് ഓട്ടോറിക്ഷയിലും ഇരുചക്ര വാഹനങ്ങളിലുമായി ഇവിടേക്ക് എത്തുകയുമായിരുന്നു. അങ്ങനെ പിന്നീട് കൊലപാതകം നടക്കുന്നു, കാൽ വെട്ടിയെടുത്തു പോകുന്നു. അതിനുശേഷവും ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ജില്ലാ റൂറൽ പോലീസിന്റെ സമഗ്രമായ അന്വേഷണമാണ് പ്രതികൾക്ക് വേണ്ടി തിരച്ചിലാണ് നടത്തിയത്. ആ സമയത്ത് പോലീസ് മനസ്സിലാക്കുന്നു വർക്കലയിൽ ഒരു തുരുത്തിൽ ഇതിൽ 3-ാം പ്രതിയായ ഒട്ടകം രാജേഷ് നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇപ്പോൾ തന്നെ 18ഓളം കേസുകളിൽ അയാൾ പ്രതിയായിട്ടുണ്ട്. അതിന്റെ പല നടപടികളും നടക്കുന്ന ഒരു സമയമാണ്. ഒട്ടകം രാജേഷിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സുധീഷ് ഉണ്ണി ഈ കൃത്യത്തിന് പോകുന്നത്. ഒട്ടകം രാജേഷും സംഘവും വർക്കലയിൽ ഒരു തുരുത്തിൽ ഒളിവിൽ കഴിയുന്നുവെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം അവിടേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും ഈ വള്ളം പോലീസുകാർ സഞ്ചരിച്ചിരുന്ന വള്ളം മറിഞ്ഞ് ബാലു എന്ന പോലീസുകാരന് ജീവൻ നഷ്ടമായ സംഭവം കൂടി ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ട്. അതുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഭവമാണ്. കാരണം കൃത്യനിർവഹണത്തിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമായ സംഭവം കൂടി ഈ കേസിന്റെ ഭാഗമായുണ്ട്. പ്രതികൾക്ക് ₹1,00,000 പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇതിൽ ₹1,00,000 സുധീഷിന്റെ അമ്മയ്ക്ക് നൽകണം. പ്രതികൾ ഇങ്ങനെയാണ്: 1-ാം പ്രതി സുധീഷ് ഉണ്ണി, 2-ാം പ്രതി ശ്യാം, 3-ാം പ്രതി ഒട്ടകം രാജേഷാണ് ഈ സംഘത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ളയാൾ. ഒട്ടകം രാജേഷിന് തിരിഞ്ഞു പോകുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമാകുന്നത്. അതുതന്നെയാണ് നന്ദീഷ് വിനോദ്. കാരണം ഈ ഒട്ടകം രാജേഷ് നിരവധി കൊലപാതക കേസിലടക്കം, നിരവധി വധശ്രമ കേസിലടക്കം പ്രതിയാണ്. തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കൂടിയാണ്. ഈ കൊലപാതകത്തിന്റെ ഒരു മാസ്റ്റർ ബ്രെയിനും ഇയാളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ സുധീഷിനെ കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ നൃത്തം ചെയ്ത് ഇവർ പോകുന്ന ദൃശ്യങ്ങൾ, ആ വാഹനത്തിൽ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ എല്ലാ പ്രതികൾക്കും ഒരേ രീതിയിലുള്ള ശിക്ഷ മാത്രം വിധിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒട്ടകൻ രാജേഷിനും അത് കൂടുതൽ അല്പം കൂടെ തീവ്രമായിട്ടുള്ള ഒരു ശിക്ഷ വേണമെന്നൊരാവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. തീർച്ചയായും ഈ കേസിലെ 1ഉം 3ഉം പ്രതികൾ സുധീഷ് ഉണ്ണി, അതോടൊപ്പം തന്നെ ഒട്ടകൻ രാജേഷ്, ഇവർക്ക് പരമാവധി ശിക്ഷ, അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന നിലയ്ക്ക് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദങ്ങൾ നിരത്തിയത്. മാത്രമല്ല ഈ കേസിന്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ അന്വേഷണ സംഘം വളരെയധികം ബുദ്ധിമുട്ടിയ, ഈ തെളിവുകൾ ശേഖരിക്കുന്നതിന് വളരെ പ്രയാസപ്പെട്ട ദൃക്സാക്ഷി മൊഴികൾ തേടുന്നതിന് അല്ലെങ്കിൽ അത് കോടതിക്ക് മുമ്പിൽ എത്തിക്കുന്നതിന് വളരെയധികം വെല്ലുവിളി നേരിട്ട ഒരു കേസാണ്. 11 പേരെങ്കിലും ഈ കൃത്യം കണ്ടിട്ടുണ്ട്. ആ സമയത്ത് 11 പേർ, കുട്ടികളടക്കമുള്ള മുതിർന്ന ആളുകൾ അടക്കമുള്ളവർ നോക്കി നിൽക്കുകയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതിൽ മുതിർന്ന 11 പേർ ഇതിലെ സാക്ഷി പട്ടികയിലേക്ക് എത്തുന്നതാണ്. പിന്നീട് അവരെല്ലാം തന്നെ മൊഴി മാറ്റുകയാണ്.
അവിടെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരി പറയുന്ന കാര്യം വളരെ പ്രസക്തമാകുന്നത്. ഈ മറ്റ് കേസുകളൊക്കെ നടക്കുമ്പോൾ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് സാക്ഷികളെ മൊഴിമാറ്റാനോ അവരുടെ അല്ലെങ്കിൽ ഈ കേസുമായി സഹകരിക്കാത്ത തരത്തിലോ അവരെ മാറ്റാറുള്ള പതിവുണ്ട്. പക്ഷേ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം ഗുണ്ടകൾ ഉൾപ്പെട്ട കേസാണ്. ആളുകൾക്ക് ഭയമാണ്, അവർക്ക് സാക്ഷി പറയാൻ പേടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുഴുവൻ ആളുകളും പിന്മാറുന്നൊരു സാഹചര്യം. ഒരാൾ മാത്രമാണ് ഭാഗികമായെങ്കിലും ഈ കേസിൽ സാക്ഷിമൊഴി പറഞ്ഞത്. സജീവ് എന്ന ഒരാളാണ്, ആ പ്രദേശവാസിയാണ്. അയാൾ മാത്രമാണ് ഈ കേസിൽ ഒരു സാക്ഷിമൊഴി നൽകാൻ കോടതി മുമ്പാകെ എത്തിയത്. അതും ഭാഗികമായി അദ്ദേഹം ഈ കേസിനോട് സഹകരിക്കുകയായിരുന്നു. അത് മാത്രമാണ് ഈ കേസിൽ സാക്ഷിമൊഴി എന്ന നിലയിൽ, ദൃക്സാക്ഷിമൊഴി എന്ന നിലയിൽ ആകെ കോടതിക്ക് മുമ്പിൽ എത്തിയ ഒരു കാര്യം. അതിൽ നിന്ന് മറ്റ് ശാസ്ത്രീയ തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, ഇവർക്ക് മുൻപുണ്ടായിരുന്ന കുടിപ്പക, ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം, ഇതെല്ലാം തന്നെ കൃത്യമായി സമർത്ഥിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ വിധി സ്വാഗതാർഹമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നത്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. മറ്റ് സുധീഷിന്റെ അമ്മയുടെ പ്രതികരണം നമ്മൾ തേടി. ആ അമ്മ പറയുന്നത് വിധിയിൽ തൃപ്തിയുണ്ട്, പക്ഷേ ഇവർക്ക് തൂക്കുകയർ വിധിക്കേണ്ടതായിരുന്നുവെന്ന് ആ അമ്മ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിൽ കോടതിയെ സംബന്ധിച്ച് ആ വിധി പകർപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ, വിധിയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ല ശിക്ഷ വിധിച്ചു എന്ന് തന്നെയാണ്. 11 പേർക്കും ജീവപര്യന്തം ശിക്ഷ നൽകിക്കൊണ്ടുള്ള കോടതി വിധിയാണ് നെയ്യാറ്റിൻകര SC/ST കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തന്നെയാണ് പോത്തൻകോട് സുധീഷ് വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മാതൃകാപരമായ ശിക്ഷാവിധി എന്ന് തന്നെയാണ് BV വിനോദും പറയുന്നത്. പ്രതിഭ MLA-യുടെ മകൻ കനിവിനെ കഞ്ചാവ് കേസിൽ നിന്നും ഒഴിവാക്കിയ എക്സൈസ് കുറ്റപത്രം അമ്പലപ്പുഴ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. കേസിലെ പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുത്തിയ ഗുരുതര വീഴ്ചയാണ് കനിവ് ഉൾപ്പെടെയുള്ളവർ കേസിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ കാരണമായത്. ലഹരി കേസിൽ നടത്തേണ്ട മെഡിക്കൽ പരിശോധനയും നടത്തിയില്ല. സാക്ഷിമൊഴിയും അട്ടിമറിച്ചു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ സമീപ ദിവസങ്ങളിലേറെ ചർച്ചയായ റാപ്പർ വേടന്റെ കേസ് നമുക്കറിയാം. അവിടെ എക്സൈസും പോലീസും ഒക്കെ എന്താണ് നിലപാട് സ്വീകരിച്ചതെന്ന്. പക്ഷെ ഇവിടെ ഒരു MLA-യുടെ മകൻ ലഹരി കേസിൽ പിടിക്കപ്പെടുന്നു. പക്ഷേ പിന്നീട് ആ കേസ് അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായതാണ്. ഏറ്റവും ഒടുവിൽ കുറ്റപത്രത്തിൽ നിന്ന് തന്നെ MLA-യുടെ മകൻ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കുന്ന സാഹചര്യം. എന്താണ് കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നത്? ടോമെ, കഴിഞ്ഞ ഡിസംബർ 28-നാണ് പ്രതിഭ MLA-യുടെ മകൻ ഉൾപ്പെടെയുള്ള 9 അംഗ സംഘത്തെ തകഴിയിലെ പാലത്തിനടിയിൽ വെച്ച് ലഹരി ഉപയോഗത്തിന് എക്സൈസ് പിടികൂടുന്നത്. അന്ന് ഈ സംഭവത്തിനകത്ത് എക്സൈസ് ഇവരെ പിടികൂടിയ ഘട്ടത്തിൽ തന്നെ ഇത് വലിയ രീതിയിൽ ഇങ്ങനെ പിടികൂടിയിട്ടുണ്ടെന്നുള്ള വാർത്ത പ്രചരിക്കുകയും അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ കടന്നു വരികയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ എക്സൈസിനെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും രൂക്ഷ വിമർശനവുമായി പ്രതിഭ MLA വന്നു. പിന്നീട് പിറ്റേ ദിവസം ഇവർക്കെതിരെ FIR ഇട്ടിട്ടുള്ള FIR ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തു. ഇതിൽ 9 പ്രതികളാണ്, കനിവ് ഉൾപ്പെടെ 9 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ കേസിനകത്ത് ആദ്യഘട്ടം മുതൽ തന്നെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ഉണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടനാട് റേഞ്ച് CI സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജയരാജാണ് ഇവരെ പിടിക്കുന്നത്. ഈ പിടിക്കുന്ന ഘട്ടത്തിൽ ആദ്യം 90 ഗ്രാം കഞ്ചാവെന്ന് പറയപ്പെടുകയും പിന്നീട് അത് 3 ഗ്രാം എന്ന എക്സൈസ് തിരുത്തി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം, അതായത് ഈ കനിവ് ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ചതിന് ശേഷം ഇന്ന് അമ്പലപ്പുഴ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഇന്നലെ ഒരു ഇടക്കാല റിപ്പോർട്ട് എക്സൈസ് നൽകി. ഒപ്പം തന്നെ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് ഈ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അത് തികച്ചും അത്ഭുതകരമായാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരെ പിടിച്ചത് എക്സൈസ് ആണ്. ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായി എന്ത് നടപടിക്രമങ്ങൾ അതിനകത്ത് പാലിക്കണമെന്ന് വളരെ ബോധ്യമുള്ള നമ്മുടെ അന്വേഷണ സംവിധാനമാണ് എക്സൈസ്. പക്ഷേ എക്സൈസ് പിടിച്ച ഈ കനിവ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇവരുടെ ആ റിപ്പോർട്ട് പ്രകാരം വ്യക്തമാക്കുന്നത് ഇവരുടെ ഉച്ഛ്വാസവായുവിൽ കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഉച്ഛ്വാസവായുവിൽ കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയില്ല എന്നുള്ളതാണ്. അതായത് ഒരു ലഹരി കേസിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം പിടിക്കുന്ന ആളുകളുടെ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ ഈ കേസ് പാളി എന്നുള്ളതാണ്. ഈ കനിവ് ഉൾപ്പെടെയുള്ള ആരെയും തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയില്ല എന്നുള്ളത് ഒരു കാര്യം.
രണ്ടാമത് നമുക്കറിയാം, ഒരു കേസിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പ്രതിയെ പിടിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചെയ്യുക ആ കേസിന് ബലം നൽകുന്ന രീതിയിൽ അതിന്റെ തെളിവുകൾ പരമാവധി ക്രോഡീകരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കേസ് കോടതിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാക്ഷികളുടെ മൊഴി. എന്നാൽ ഈ ദൃക്സാക്ഷി മൊഴിയായി ഇവിടെ ഈ കേസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കനിവ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ 9 അംഗ സംഘത്തിലെ ചെറുപ്പക്കാരും ലഹരി ഉപയോഗിക്കുന്നത്, കഞ്ചാവ് ഉപയോഗിക്കുന്നത് തങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള 2 ദൃക്സാക്ഷി മൊഴികളാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഒരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കേസിന് തികച്ചും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള 2 മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതും ഒക്കെ ഈ കേസിൽ അട്ടിമറി നടന്നിട്ടുള്ള എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. മറ്റൊന്ന്, ജയരാജ് അതിനകത്ത് സൂചിപ്പിച്ചിരുന്നത് ഇവർ ചിതറി ഓടുന്നത് മാത്രമാണ് താൻ കണ്ടത് എന്നുള്ളതാണ്. ഇത്രയധികം ബോധ്യമുണ്ടായിരുന്ന എക്സൈസ് എങ്ങനെയാണ് പിന്നീട് ഒരു FIR ഈ കേസിനകത്ത് രേഖപ്പെടുത്തിയത് FIR രേഖപ്പെടുത്താനായി കഴിഞ്ഞത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് വകുപ്പുതല അന്വേഷണം നടന്നിരുന്നു. ആ വകുപ്പുതല അന്വേഷണത്തിൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിന്റെ റിപ്പോർട്ട് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ വകുപ്പുതല റിപ്പോർട്ട് എക്സൈസ് ആസ്ഥാനത്ത് എത്തിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. പക്ഷേ ആ വകുപ്പുതല ഇത്തരത്തിൽ MLA ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ MLAയുടെ മകൻ ഉൾപ്പെടെ വീഴ്ച വന്ന കേസ്, അവരെ പ്രതി ചേർക്കുന്ന കേസിൽ വീഴ്ച വന്ന ഒരു കേസിനകത്ത് ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അങ്ങനെ വീഴ്ച വന്ന ഒന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ പരിശോധിക്കേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ഈ നടപടി സ്വീകരിക്കാതെ ഇവർ മൗനം പാലിക്കുമ്പോൾ ഇടതുപക്ഷ CPM-ൽ തന്നെ ഒരു MLA-യുടെ മകനെ ലഹരി കേസിൽ പിടികൂടുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകും. കാരണം ഇവിടെ ആ സംഭവത്തിന് പിന്നാലെ, ആ കേസിന് പിന്നാലെ എക്സൈസിനെ വിമർശിച്ചുകൊണ്ട് പ്രതിഭ MLA രംഗത്തെത്തിയതാണ്. അങ്ങനെ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ചൊരു കേസ് കൂടിയാണ് ഈ കനിവിനെതിരായിട്ടുള്ള ലഹരി കേസ്. ഇവിടെ ഏത് രീതിയിലുള്ളൊരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ ഈ കേസ് അട്ടിമറിച്ചൊന്നും തന്നെയല്ലേ ഈ കേസിൽ നിന്നും ഈ കുറ്റപത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ടോമെ, വിചിത്രമായ വാദങ്ങൾ നിരത്തുന്ന കനിവിനെ ഉൾപ്പെടെ ഈ കനിവ് ഉൾപ്പെടെയുള്ള ആദ്യത്തെ 2 പ്രതികളുടെ കൈവശം മാത്രമാണ് കഞ്ചാവ് ഉണ്ടായിരുന്നതെന്നും അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഉപകരണങ്ങൾ, കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളത് എക്സൈസ് രേഖപ്പെടുത്തുന്നു. 1ഉം 2ഉം പ്രതികളെ പ്രതി ചേർത്തുകൊണ്ട് ബാക്കിയുള്ള 3 മുതൽ 9 വരെയുള്ള പ്രതികളെയാണ് ഒഴിവാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം നൽകിയിരുന്നത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവരെ പിടിച്ച് FIR ഇട്ടത് ഈ നർക്കോട്ടിക് കുട്ടനാട് റേഞ്ച് CI ജയരാജ് ആണെങ്കിൽ പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥനായി വന്നത് FIR ഇട്ട് ഈ കേസ് കൈമാറിയതിനു ശേഷം പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കേസ് കൈമാറിയത് ആലപ്പുഴയിലെ സർക്കിൾ നർക്കോട്ടിക് സെല്ലിന്റെ CI ആണ്, മഹേഷാണ്. അദ്ദേഹമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസിനകത്ത് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് പോലും ഇവരെ പ്രതി ചേർത്ത് നിർത്താൻ കഴിയാത്ത രീതിയിൽ അത്ര വീക്കായി ഒരു നടപടിക്രമങ്ങൾ നടത്തി എന്നുള്ളതാണ്. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു നടപടിക്രമങ്ങൾ നടത്തി എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഉദ്യോഗസ്ഥന് മേൽ വന്ന രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ നിന്നുള്ള ആരോപണത്തെ ശരിവെക്കുന്നു എന്നുള്ളതാണ്. അവിടെ കുട്ടനാട് എക്സൈസ് ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു CPM പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതിനുവേണ്ടി ഇടനില നടത്തി എന്നുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ഒരു പ്രാഥമികമായ ഒരു നടപടിക്രമങ്ങൾ പോലും ഈ ഉദ്യോഗസ്ഥന് അറിയില്ല എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തോട് നമ്മൾ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയിരുന്നു. അപ്പോഴും അദ്ദേഹം ഇതിനകത്ത് മൗനം പാലിക്കുകയാണ്. പറയേണ്ട ഘട്ടത്തിൽ താൻ കാര്യങ്ങൾ പറയുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ജയരാജിന് മേൽ ആരെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ സമ്മർദ്ദം ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അത് ഡിപ്പാർട്ട്മെന്റിൽ അത് അറിയാമായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇതിനകത്തൊരു വകുപ്പ് തല നടപടിയിലേക്ക് പോകാത്തത്. മറ്റൊന്ന്, ഒരു MLA ആരോപിക്കുന്ന രീതിയിൽ MLA പരാതി നൽകിയിരുന്നു എക്സൈസ് മന്ത്രിക്ക്. അങ്ങനെ MLA ആരോപിക്കുന്ന രീതിയിൽ MLAയുടെ ആരോപണം ശരിയായി വരുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ, അതായത് കനിവിനെതിരെ തെളിവില്ലെന്ന് അവർ പറഞ്ഞ പോലെ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരത്തക്ക രീതിയിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നടപടി വേണം. 1 മാസമായിട്ടും ഈ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് പോയിട്ടും ആ ഒരു നടപടിയില്ല. അതായത് ഇതിനകത്ത് ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനയിലേക്കാണ് അത് എത്തിക്കുന്നത്. മറ്റൊന്ന്,
എങ്ങനെയാണ് രണ്ട് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അത് ഈ നടന്ന സംഭവത്തിന് തികച്ചും എതിരായുള്ള മൊഴി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ എങ്ങനെ തന്റെ ആ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ അങ്ങനെ ഒരു മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അതിന്റെ ഉത്തരം എന്നുള്ളത് അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് സാക്ഷികളെ ആകെ ഉള്ളൂ. ആ രണ്ട് സാക്ഷികളും നടന്ന സംഭവത്തിന് നേരെ എതിരായിട്ടുള്ള മൊഴി നൽകിയിരിക്കുന്നു. ഒപ്പം ഇവർ എവിടെയെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ പിടിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ആ മെഡിക്കൽ പരിശോധന ഇവരുടെ കാര്യത്തിൽ വലിയ കനിവോടുകൂടി ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. ടോം, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. യു പ്രതിഭ MLA മകൻ കനിവിനെ ലഹരി കേസിൽ കഞ്ചാവ് കേസിൽ പിടികൂടിയ കേസിലാണ് ആ പ്രതിപ്പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം എക്സൈസ് സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കേസ് പരിശോധിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൊച്ചിയിലെ ഒരു ലഹരി കേസിൽ ഒരു അമ്മ മകൻ ഈ അക്രമാസക്തനായി ലഹരി ഉപയോഗിച്ച് അക്രമാസക്തനായപ്പോൾ പോലീസിനെ വിളിച്ച് വിവരം പറയുകയും മകനെ പോലീസിന് പിടിച്ചു കൊടുക്കുകയും ചെയ്തൊരു അമ്മയാണ്. കാരണം ഇവിടെ പ്രതിഭാഹരിയുടെ മകൻ നിരപരാധിയാണെങ്കിൽ ഒഴിവാക്കപ്പെടട്ടെ, പക്ഷെ അതല്ല, ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ലഹരി കേസിൽ പ്രതിയാണെങ്കിൽ ഒരമ്മ എന്ന നിലയിൽ അവർ സംരക്ഷിക്കുകയല്ല വേണ്ടത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരാണ്, കുട്ടികളാണ്. അവരിപ്പോഴേ തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ നാളെ ഇതുപോലുള്ള ലഹരി കേസുകളിൽ പെടുന്ന കുട്ടികൾ കൈവിട്ടു പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ വയനാട് സ്വദേശി അഷ്റഫ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 20 പേർ അറസ്റ്റിൽ. പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ് അത് എന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിനെ ആൾക്കൂട്ടം ചവിട്ടിയും അടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ആൾക്കൂട്ട കൊലപാതകത്തിൽ പറപ്പൂരിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും സംസ്ഥാന സർക്കാർ പ്രശ്നത്തിൽ ഇടപെടണമെന്നും ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. വിവരങ്ങളുമായി KV ബൈജുവും CV അനുമോദും ചേരുന്നുണ്ട്. ആദ്യം ബൈജുവിലേക്കാണ്. ബൈജു, കഴിഞ്ഞ ദിവസം ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. കാരണം മംഗളൂരുവിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന് ആരോപിച്ച് ഒരു യുവാവിനെ ആൾക്കൂട്ടം ക്രൂരമായി ചവിട്ടിയും മർദ്ദിച്ചും കൊലപ്പെടുത്തിയ സംഭവം. പിന്നീട് രാത്രിയോടെയാണ് കൊല്ലപ്പെട്ടത് മലയാളിയാണെന്ന വിവരം, മലപ്പുറം സ്വദേശിയാണെന്ന, വയനാട് സ്വദേശിയാണെന്ന വിവരമൊക്കെ പുറത്തു വരികയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു പാക് അനുകൂല മുദ്രാവാക്യം ഈ കൊല്ലപ്പെട്ട അഷ്റഫ് വിളിച്ചിരുന്നോ? ഈ സംഭവത്തെക്കുറിച്ച് മംഗളൂരു പോലീസ് നൽകുന്ന വിവരം എന്താണ്? ടോമെ, ഈ അഷ്റഫ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നതാണ് നമുക്ക് അതിൽ ഏറ്റവും ആദ്യം തുടക്കത്തിൽ പറയാനുള്ളത്. കാരണം ഇതിൽ പോലീസിന് കൃത്യമായ ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതായത് ഇതിൽ ഈ പ്രതികളായി ഉള്ളവരുടെ മൊഴിയാണ്, അവർ പറയുന്ന മൊഴിയാണ്. ഇതിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്നയാൾ ഗാലറിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് ശരത്ത് എന്ന് പറയുന്ന ആളാണ് ഇയാളും ശരത്തും തമ്മിൽ എന്തോ വാക്കുതർക്കം ഏർപ്പെടുന്ന സമയത്താണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചതെന്ന് പറയുന്നത്. ഉച്ചത്തിൽ ശരത്ത് ഇത്തരത്തിൽ ഒരാൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇയാളെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് ഇയാൾ ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഓടുന്ന സമയത്തും വടി ഉപയോഗിച്ച് ഇയാളെ ക്രൂരമായി ആക്രമിച്ചു. അതിനുശേഷം ഇയാൾ തറയിലേക്ക് കമിഴ്ന്നു വീഴുന്നു. അവിടെ ഇയാളെ ചവിട്ടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാളെ പുറത്ത് വലിയ തോതിൽ ചവിട്ടേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും അതാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലും പറയുന്നത്. ഏതായാലും ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. 5 മണിക്കാണ് പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തുന്നത്. അത്രവരെ ഈ അഷ്റഫിന്റെ മൃതദേഹം അവിടെ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്നലെയാണ് ഈ വാർത്ത ന്യൂസ് 8 ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. ഒരു അജ്ഞാതൻ ഇത്തരത്തിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടു എന്ന ആ വാർത്ത. പിന്നീട് രാത്രിയോടുകൂടി ഇത് മലയാളിയാണ് കൊല്ലപ്പെട്ടെന്ന വിവരവും ന്യൂസ് 8 തന്നെയാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഇത്തരത്തിൽ പുൽപ്പള്ളി സ്വദേശിയായ അഷ്റഫ് ആണെന്ന കാര്യം രാത്രിയോടുകൂടി തന്നെ ഇന്നലെ ബന്ധുക്കളും മംഗളൂരുവിലേക്ക് തിരിക്കുന്നു. പിന്നീട് മംഗളൂരിൽ നിന്നും തീർച്ചയായും KV ബൈജുവാണ് ആ വാർത്ത കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല വയനാട് പുൽപ്പള്ളിയിൽ ഈ അഷ്റഫിന്റെ കൊലപാതകത്തിൽ ഈ കൊലയാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, അഷ്റഫിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ നീതി ലഭിക്കും വരെയും പോരാട്ടം തുടരുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ പ്രതികരിച്ചത്.
സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടി ഇതിനകത്തുണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ സംസ്ഥാനത്തെ ഒരു പൗരനാണ്, അതും ഒരു ചെറുപ്പക്കാരനാണ്. വളരെ ദാരുണമായ, വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി വളരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഈ പോലീസിന്റെ അന്വേഷണത്തെ കാരണം പോലീസ് കേസ് ഏതെങ്കിലും മറ്റൊരു നാട്ടിലാണ്, മംഗളൂരുവിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമെന്നാണോ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു നിലപാട്, പ്രതികരണം? മാത്രമല്ല ഈ അഷ്റഫ് എങ്ങനെയാണ് മംഗളൂരുവിൽ എത്തിപ്പെടുന്നത്? ടോം, ഈ അഷ്റഫിന്റെ ശരിക്കും നാട് വേങ്ങരയ്ക്കടുത്ത് പറപ്പൂരാണ്. അവിടെ നിന്നും വർഷങ്ങൾക്ക് മുൻപ് സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് അവരുടെ വീടും മറ്റും വസ്തുക്കളുമൊക്കെ ജപ്തി ചെയ്യുന്നൊരു സാഹചര്യം വന്നപ്പോൾ നാട്ടിൽ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവർ വയനാട്ടിലേക്ക് മാറുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ അവർ നാട്ടിലേക്ക് എത്തിയിട്ടില്ല, അവിടെ തന്നെയാണ് തുടരുന്നത്. പക്ഷേ മരിച്ചത് അഷ്റഫാണെന്നും അഷ്റഫിന്റെ മൃതദേഹം കബറടക്കേണ്ടത് നാട്ടിലെ പറപ്പൂരിലെ മഹല്ല് ഖബർസ്ഥാനിലാണെന്നും കുടുംബം ആഗ്രഹിച്ചതോടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് ചോലകുണ്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ചടങ്ങുകൾ നടത്തി. അതിനുശേഷമാണ് ആക്ഷൻ കമ്മിറ്റി പള്ളിയിൽ ഈ യോഗം ചേർന്നത്. അതായത് നിലവിൽ ഈ ഒരു ആദ്യത്തെ ഒരു കാലതാമസം, അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം. സർക്കാർ ഇടപെടുന്നുണ്ട്, ഏറെ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നവരേക്കും ഈ ഒരു ശ്രദ്ധയും ഈ ഒരു ജാഗ്രതയും ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു നാട്ടിലാണ് ഈ ഒരു കൃത്യം നടന്നിട്ടുള്ളതെന്നുകൊണ്ട് തന്നെ പലപ്പോഴും ഏതു തരത്തിലാണ് ഈ കേസിൽ ഇടപെടലുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രതികൾക്ക് വേണ്ടി അനുകൂലമായ സാഹചര്യം തീരുക എന്നൊന്നും പറയാനാകില്ല എന്നൊരാശങ്കയാണ് ഇവരൊക്കെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇതിൽ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇടപെടേണ്ടതിൻ്റെ ആവശ്യകതയും അവർ ഉന്നയിക്കുന്നുണ്ട്. നാളെ അവരുടെ ഒരു യോഗം ചേരുന്നുണ്ട്. ഇതിൽ നിയമപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉത്തരേന്ത്യയിൽ പല തലത്തിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഇതിനെ മാറ്റുന്ന കാരണങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ടോ, ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇതിനെ കാണാൻ കഴിയാതെ മുൻപ് രാജ്യത്ത് പലപ്പോഴും നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ ഗണത്തിലേക്ക് ഇതിനെ കൂടി ഉൾപ്പെടുത്തി അത്രയും ഗൗരവത്തിൽ തന്നെ ഈ ഒരു വിഷയവുമായി മുന്നോട്ട് പോകണം എന്നൊരു തീരുമാനമാണ് ആക്ഷൻ കമ്മിറ്റിക്ക് ഇന്ന് എടുത്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ കർണാടക സർക്കാർ എടുത്ത നടപടികളൊക്കെ തൃപ്തികരമാണ്. പക്ഷേ ഇനിയുള്ള നടപടികൾ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ നൽകുന്ന കുറ്റപത്രമാകുമോ, പ്രതികളെ രക്ഷപ്പെടാൻ പോലീസിനെ സഹായിക്കുമോ തുടങ്ങിയ സംശയങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള അനുമോദ്, നമുക്കറിയാം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വലിയ രീതിയിലുള്ള രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു പാക് വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും പാകിസ്ഥാൻ അനുകൂലമായ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാം. അങ്ങനെ ഒരു മുദ്രാവാക്യം, പാക് അനുകൂല മുദ്രാവാക്യം അഷ്റഫ് വിളിച്ചുവെന്നാണ് ഈ കൊലയാളികൾ ആരോപിക്കുന്നത്, ഇയാളെ കൊലപ്പെടുത്തിയ ആളുകൾ ആരോപിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? കാരണം ചില മാനസിക ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന വ്യക്തിയാണ് അഷ്റഫ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അഷ്റഫ് മാനസികമായി ചില പ്രശ്നങ്ങളുള്ള വ്യക്തി തന്നെയാണ് എന്ന് തന്നെ നാട്ടുകാരും പറയുന്നത്. പക്ഷേ ഈ ഒരു മുദ്രാവാക്യം വിളിച്ചോ ഇല്ലേ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാകില്ല. പക്ഷേ ഇവിടെ ചർച്ചയുള്ള മറ്റൊരു കാര്യം പറയാം. അത് അല്പം പ്രശ്നമുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഈ പിടിയിലായ ആളുകളുടെ മതവും അഷ്റഫിന്റെ മതവും ഏതാണ് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അങ്ങനെ ഒരാൾക്കൂട്ട കൊലപാതകം എന്നതിനപ്പുറം മറ്റു രണ്ട് മതങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ട ആളിനെ മറ്റൊരു മതത്തിൽപ്പെട്ടവർ കൂട്ടമായി തല്ലിക്കൊന്നു എന്ന തരത്തിലേക്കാണ് ഒരു വ്യാഖ്യാനം വന്നിട്ടുള്ളത്. അത് പറയുന്നതിൽ വിഷമമുള്ള കാര്യമാണ്. അത്തരത്തിലൊരു വ്യാഖ്യാനം ഇതിൽ വരുന്നു, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത്. പക്ഷേ മുൻപ് ഉത്തരേന്ത്യയിൽ പലപ്പോഴും കണ്ടിട്ടുള്ള സമാനമായ രീതിയിലുള്ള സ്വഭാവത്തിലേക്ക് ഈ ഒരു സംഭവത്തെ വ്യാഖ്യാനിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണെങ്കിലും ഇതിൽ ഏത് തരത്തിലുള്ള നടപടികൾ കർണാടക സർക്കാർ ഇപ്പോൾ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന അഭിപ്രായം ഇപ്പോൾ ഇവർക്കുണ്ടെങ്കിലും തുടർ നടപടികൾ എന്താകുമെന്ന കാര്യത്തിലാണ് കാത്തിരിക്കേണ്ടത്, കണ്ടറിയേണ്ടത് എന്നൊരു അഭിപ്രായമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്.
യെസ് വ്യക്തമാണ്. കെ വി ബൈജുവിലേക്ക് ഒരിക്കൽ കൂടി. ബൈജു, അനുമോദ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു വർഗീയപരമായ ചേരിതിരിവിലേക്ക് പോലും മാറാവുന്ന ഒരു കേസായി അഷ്റഫ് കൊലപാതകം ഒരുപക്ഷെ മാറുന്നുണ്ട്. അത്തരം ചർച്ചകൾ വരുന്നുണ്ട്. മംഗളൂരു ഇതുപോലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളും സദാചാര ആക്രമണവും ഒക്കെ, സദാചാര പോലീസിന്റെ പേരിലൊക്കെ അങ്ങനെ ആക്രമണങ്ങളൊക്കെ പതിവായി നമ്മൾ കേൾക്കാറുള്ള സ്ഥലമാണ്. ഈ സംഭവത്തിന്, ഈ അഷ്റഫിന്റെ കൊലപാതകത്തിന് ശേഷം മംഗളൂരുവിലെ സാഹചര്യം എങ്ങനെയാണ്? പോലീസ് ഈ കേസിൽ ഈ സംഭവത്തിന് പിന്നാലെ പ്രത്യേകിച്ചും രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി ഒരുപക്ഷെ മാറാൻ പോലും സാധ്യതയുള്ളത് കൊണ്ട് പോലീസ് അതീവ ജാഗ്രതയിലാണോ? ടോമെ, അനുഭവ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ അതീവ ജാഗ്രതയിലാണ്. ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രണ്ട് വിഭാഗം ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തുടർച്ചയായി വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ വർഗീയ പരാമർശം ഇടുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ മംഗളൂരും പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കൊലയാളികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴിയാണ് ഈ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് ഈ അഷ്റഫ് അവിടെ വിളിച്ചു പറഞ്ഞു എന്നത്. അതല്ലാതെ മറ്റു തരത്തിലുള്ള തെളിവുകളൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമെന്നാണ് ഇവരുടെ കുടുംബം പറയുന്നെങ്കിലും, സഹോദരൻ ഉൾപ്പെടെ മംഗളൂരിലെത്തിയപ്പോൾ പറയുന്നുണ്ടെങ്കിലും പോലീസ് 2 ദിവസം വൈകി ഈ കാര്യത്തിൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഞായറാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. അത്രയും വൈകി ഈ സംഭവത്തിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നൽകാൻ പോലീസ് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. അതുമാത്രമല്ല, മലയാളിയാണെന്ന വിവരം പോലും വളരെ വൈകിയാണ് ഒരു സ്ഥിരീകരണം വരുന്നത്. എന്തായാലും അത് കാസർഗോഡ് ജില്ലയുടെ മഞ്ചേശ്വരം ആ ഭാഗങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വികാരം ഇതിനെതിരെ വന്നിട്ടുണ്ട്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അതീവ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും ഈ കേസിൽ 15 പേരെ തുടക്കത്തിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൂടാതെ ഇന്നലെ രാത്രിയോടുകൂടി 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ BJPയുടെ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് പോലീസ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അത്രത്തോളം സെൻസിറ്റീവായ ഒരു പ്രദേശം, അതുപോലെ തന്നെ സെൻസിറ്റീവായ ഒരു കേസ് കൂടിയാണിത്. അത് പോലീസ് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. വ്യക്തമാണ്. മംഗളൂരുവിൽ ആൾക്കൂട്ടം സംഘം ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത് മലയാളി യുവാവിനെയാണ്. അഷ്റഫിനെ കൊലപ്പെടുത്തിയ കേസിൽ 15 പേർ, BJPയുടെ പ്രവർത്തകർ ഉൾപ്പെടെ 15 പേരെ പോലീസ് അറസ്റ്റും ചെയ്തിട്ടുണ്ട്. റാപ്പർ വേടനിൽ നിന്നും പിടിച്ചെടുത്ത പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ വനംവകുപ്പ്. പുലിപ്പല്ലിൽ വെള്ളി കെട്ടിച്ച തൃശൂർ വിയ്യൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്നാൽ വേടന്റെ പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പടിയുമായി ബന്ധപ്പെടാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കേസിൽ വേടന്റെ അടുത്ത സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കാനും വേടന്റെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളും പരിശോധിക്കാനുമാണ് തീരുമാനം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നമുക്കറിയാം ഇന്നലെ രാത്രി മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകളാകുന്ന ഒരു കേസ് കൂടിയാണിത്. കാരണം ഒരു വശത്ത് ഒരു പുലിപ്പല്ല് പിടിച്ചു വന്നതിൻ്റെ പേരിൽ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്യുന്നു, നടപടി സ്വീകരിക്കുന്നു, പിന്നീട് തെളിവെടുപ്പ്, അങ്ങനെയുള്ള കോലാഹലങ്ങളൊക്കെ ഒരു വശത്ത് സംഭവിക്കുമ്പോൾ മറുവശത്ത് പല രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ താരങ്ങളുമൊക്കെ ഈ പുലിപ്പല്ല് അവരുടെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്, യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ വിഷയമൊക്കെ ഉയർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വേടന് അനുകൂലമായ ഒരു ചർച്ചകൾ നടക്കുകയാണ്. അതേസമയം തന്നെ വനംവകുപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ? ഇന്ന് തന്നെ വേടനെ കോടതിയിൽ ഹാജരാക്കുമോ? ടോം, ഇന്ന് രാവിലെ കോടനാട് നിന്നും തൃശ്ശൂര് ജ്വല്ലറിയിലാണ്, സരസ എന്ന് പറഞ്ഞ വിയ്യൂരുള്ള ജ്വല്ലറിയിലാണ് ഈ വേടനുമായി തെളിവെടുപ്പ് നടത്തിയത്. ഈ തെളിവെടുപ്പ്, അതായത് പുലിപ്പല്ല് അവിടെയാണ് രാഗി ലോക്കറ്റാക്കി എന്ന് പറയപ്പെടുന്നത്. അവിടെ തെളിവെടുപ്പ് നടത്തിയ ശേഷം തിരിച്ച് കോടനാടേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. വൈകുന്നേരം 5 മണി വരെയാണ് ഫോറസ്റ്റിന് വേടനെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത്. വൈകുന്നേരം 5 മണിയാണ്. 5 മണിക്കോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരുമ്പാവൂർ 4-ാം നമ്പർ കോടതിയിലാണ് വേടനെ ഹാജരാക്കുക. എന്തായാലും ഈ
കഞ്ചാവ് കേസിൽ വേടനും സുഹൃത്തുക്കൾക്കും സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതോടെയാണ് ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഫോറസ്റ്റ് അധികൃതർ വേടനെ ഏറ്റുവാങ്ങുകയും മൃഗവേട്ട ഉൾപ്പെടെയുള്ള മൃഗവേട്ട, അതുപോലെ മൃഗത്തിന്റെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ചുമത്തിയിട്ടാണ് വനംവകുപ്പ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസ് ജാമ്യമില്ലാത്ത വകുപ്പുമാണ്. അതുപോലെ 3 മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസുമാണ്. ഈ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ, അതായത് ഈ വേടന് ലോക്കറ്റ് നൽകി എന്ന് പറയുന്ന, പുലിപ്പല്ല് നൽകി എന്ന് പറയുന്ന ആള്, രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആൾ ശ്രീലങ്കൻ വംശജനാണ്. അയാൾ ചെന്നൈയിലുള്ള ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് വേടന് ഈ ലോക്കറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ അയാളെ നേരിട്ടറിയില്ല, ഇൻസ്റ്റഗ്രാമിൽ മാത്രമേ അയാളെ പരിചയമുള്ളൂ എന്ന് വേടൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേടന്റെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളിലൂടെ അയാളെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലാണ് ഫോറസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വേടന്റെ സോഷ്യൽ മീഡിയ ചാറ്റുകളും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസോ അതല്ലെങ്കിൽ ആളെ കിട്ടുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ വേടനെ നേരെയുള്ള വകുപ്പ് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത് കൈവയ്ക്കൽ മാത്രമാണ്, അത് കയ്യിൽ സൂക്ഷിക്കൽ മാത്രം എന്നുള്ള വകുപ്പാണോ വരിക. അപ്പോൾ അത് സമ്മാനിച്ച ആൾ, അയാൾക്കത് വിടുന്നു കിട്ടിയെന്നുള്ള തരത്തിലേക്ക് അന്വേഷണം വഴി മാറാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും രഞ്ജിത്ത് കുമ്പിടിക്ക് വേണ്ടിയിട്ട് അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അത് അയാളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അയാൾ മലേഷ്യൻ പൗരത്വം സ്വീകരിച്ചതാണ്, ദീർഘനാളായി പക്ഷേ UK-യിലാണ് താമസം എന്നുള്ള വിവരങ്ങളാണ് മനസ്സിലാക്കി വരുന്നത്. ശ്രീലങ്കൻ പൗരനാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മാത്രമേ പോലീസിന് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇയാളെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും കോണ്ടാക്റ്റിൽ, വേടനുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും കോണ്ടാക്റ്റിൽ രഞ്ജിത്ത് കുമ്പിടിയുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കണക്ഷനോ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വേടന്റെ അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് വ്യക്തത വരുന്നത്. ടോം, തീർച്ചയായും ആജ്ഞ, ഇന്ന് വേടന്റെ പുതിയ പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വേടനും പ്രതികരിച്ചത് ഇനിയും കൂടുതൽ പാട്ടുകൾ പുറത്തു വരും. വേടന്റെ ഓരോ പാട്ടുകളും മൂർച്ചയുള്ളതാണ്, വലിയ രീതിയിൽ തീ പടർത്തുന്നതാണ്, വലിയ രീതിയിൽ രാഷ്ട്രീയവും വിമർശനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന പാട്ടുകൾ. ഒരുപക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസ്, നടപടികൾ, ഇങ്ങനെ വേട്ടയാടൽ, ഇതൊക്കെ വീണ്ടും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തായിരിക്കാം ഈ ഒരു വളരെ ഇപ്പോൾ ഈ തെളിവെടുപ്പിലൊക്കെ വളരെ സർവ്വസാധാരണമായിട്ടാണ് വേടന്റെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ കേസിൻ്റെ ഒരു അടുത്ത നടപടി എന്തായിരിക്കും? ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇനി എന്നാണ് ഈ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക? മോണോലോവ എന്ന പേരിലുള്ള ആൽബമാണ് ഇന്ന് ഹിറ്റായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഓക്കെ, ആജ്ഞ തുടരാം. ഞാൻ ഉദ്ദേശിച്ചത് ഈ എന്നാണ്, കാരണം ഈ കേസിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ് വേടനുള്ളത്. ഇനി ജാമ്യാപേക്ഷ എന്നായിരിക്കും വേടന്റെ കോടതി ഇനി പരിഗണിക്കുക? ഇപ്പം 2-ാം തീയതി, അതായത് മറ്റന്നാളാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നാളെ കോടതി അവധി ആയതുകൊണ്ടാണ്, മെയ് ദിനമായതുകൊണ്ട് കോടതി അവധി ആയതുകൊണ്ടാണ് 2-ാം തീയതിക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി 5 മണിയോട് കൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ്. അതായത് 5 മണിയോട് കൂടി വനംവകുപ്പിന് നൽകിയിരിക്കുന്ന കാലാവധി, കസ്റ്റഡി കാലാവധി അവസാനിക്കും. അതോടെ 5 മണിയോട് കൂടി കോടതിയിൽ, പെരുമ്പാവൂർ കോടതി നമ്പർ 4-ൽ വേടനെ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ ജാമ്യാപേക്ഷ മറ്റന്നാളാണ് പരിഗണിക്കുക. അതുവരെയുള്ള സമയത്ത് ഒരു പക്ഷേ കസ്റ്റഡിയിൽ, വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വേടനെ തുടരാമെന്നോ അതല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകണമെന്നോ കോടതിക്ക് തീരുമാനിക്കുക. അത് കോടതിയെ ഹാജരാക്കിയ ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് കടത്തുള്ളൂ. അല്ലെങ്കിൽ റിമാൻഡ് കസ്റ്റഡി കാലാവധി തുടരുകയാണോ അതോ വേടനെ റിമാൻഡിലേക്ക് വിടുകയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. മറ്റന്നാൾ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതിക്ക് കാര്യം ബോധ്യപ്പെടുത്താൻ വേടന് കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കും. അതല്ലെങ്കിൽ മിനിമം റിമാൻഡ് കാലാവധി തുടർന്നുള്ള അങ്ങോട്ടുള്ള, അതായത് ഫോറസ്റ്റ് അധികൃതർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം തുടർന്നുള്ള നടപടികൾ ഉണ്ടാകാം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് വേടന്റെ
പുതിയ പാട്ട് റിലീസായിട്ടുണ്ട്. മോണോലോവ എന്ന പേരിലുള്ള ആൽബമാണ് അത്. തന്റെ ആദ്യത്തെ പ്രേമപാട്ട് എന്ന് തന്നെയാണ് വേടൻ വിളിക്കുന്നത്. വേടൻ പല വേദികളിലും പാടിയിട്ടുള്ളത്, പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും പല വേദികളിലും പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെയാണ്. നമ്മൾ മാധ്യമപ്രവർത്തകരോട് തന്നെ പാട്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടോ, വരികൾ ഇഷ്ടപ്പെട്ടോ, നല്ല നല്ല പാട്ടുകൾ വരും, കാത്തിരിക്കുക എന്ന് തന്നെയാണ് വേടൻ ഇന്ന് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. വേടന്റെ മൂർച്ചയുള്ള വരികളെ പിന്തുണച്ച് തന്നെ നിരവധി സോഷ്യൽ മീഡിയ കമന്റുകൾ. കാരണം ഇത്തരത്തിലുള്ള 5 ഗ്രാം കഞ്ചാവിൽ അളക്കേണ്ടതല്ല അവനെന്ന് പറയുന്ന കമന്റ് ഉൾപ്പെടെ PA ലാലിയുടെ, സാമൂഹ്യ പ്രവർത്തക PA ലാലിയുടെ കമന്റ് ഉൾപ്പെടെ ഷഹബാസ് അമൻ വരെ വേടനെ പിന്തുണച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുന്നു. അതുപോലെ തന്നെ ആരാധകർ തന്നെ ഈ മോഹൻലാലിന്റെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതായത് മോഹൻലാലിന്റെ കേസിൽ കാണിച്ച സംയമനവും അല്ലെങ്കിൽ എടുത്തുള്ള പെരുമാറ്റവും ഒന്നും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത്ര തിടുക്കമായിരുന്നു വേടന്റെ കാര്യത്തിൽ കാണിച്ചത്. അതും 6 ഗ്രാം കഞ്ചാവ് കേസിൽ ആദ്യം കൊടുക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അത് സ്റ്റേഷൻ ജാമ്യമാണ് എന്ന് വരുന്ന സാഹചര്യത്തിൽ കുരിപ്പലിലേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. ഇതിൽ ആസൂത്രിതമായ ഒരു കാര്യമില്ല എന്നുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. എന്നിരുന്നാൽ പോലും വേടനെ പോലെ ഇത്ര അധികം ആരാധകരുള്ള, അതല്ലെങ്കിൽ നടക്കുന്നത് വേടന് അനുകൂലമായും വേടനെ എതിർത്തുകൊണ്ടും ചർച്ചകൾ വളരെ സജീവമാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.